കാസർഗോഡ് മാടക്കാലിലെ കൃഷിയിടങ്ങളിൽ കായലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കയറി വ്യാപക നാശനഷ്ടം. അപ്രതീക്ഷിതമായി വയലുകളിൽ ഉപ്പുവെള്ളം കയറിയതോടെ കിഴങ്ങുകളും പച്ചക്കറികളും കൃഷി ചെയ്തവർക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചത്. മാടക്കാൽ ദ്വീപിനെ പതിയെ പതിയെ ഉപ്പുവെള്ളം വിഴുങ്ങാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒരു കാലത്ത് നെൽകൃഷിയും പച്ചക്കറി കൃഷിയും സജീവമായിരുന്ന ഈ ഗ്രാമത്തിൽ അവസാനമായി ശേഷിച്ച കൃഷിയോഗ്യമായ പ്രദേശങ്ങളിലൊന്നാണ് കിഴക്കൻ തീരദേശമായ മുള്ളിപ്പുഴ. കർഷകർക്ക് മികച്ച വിളവ് തിരിച്ചു നൽകുന്ന മണ്ണിൽ പ്രതീക്ഷയർപ്പിച്ച് ഇത്തവണയും നാട്ടുകാർ വലിയ തോതിൽ കൃഷിയിറക്കി. എന്നാൽ രാത്രിയിലുണ്ടായ അസാധാരണമായ വേലിയേറ്റത്തിൽ കൃഷിയിടങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. കപ്പ, ചീര, കിഴങ്ങ്, വെള്ളരി രാത്രി വെളി വരുമ്പോൾ ചെയ്യുന്ന നമ്മളിവിടെ അറിയില്ല. രാത്രി ഉറങ്ങി രാവിലെ ആകുമ്പോൾ വെള്ളമാകെ കയറിയിട്ടുണ്ട്. ഒരു 7-6 ആകുമ്പോൾ വന്ന് നോക്കുമ്പോൾ ആകെ മൊത്തം വെള്ളം മൂടിയെല്ലാം നിറഞ്ഞു. ഏക്കർ കണക്കിന് കൃഷിഭൂമി ഇതിനോടകം തന്നെ കരിഞ്ഞുണങ്ങി. തഴച്ചു വളരുന്ന മറ്റ് കാർഷിക വിളകളും വാടി മഞ്ഞളിച്ചു. വെള്ളരിയും മധുരക്കിഴങ്ങും ചീരയും വാഴയും കപ്പയുമെല്ലാമായി ഒരു കാലത്ത് മികച്ച വിളവാണ് ഇവിടുത്തെ കർഷകർക്ക് ലഭിച്ചിരുന്നത്. ഇനിയെങ്കിലും അധികൃതർ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ തടയണകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.